നമസ്കാരം. വിമാനാപകടങ്ങൾ തുടർക്കഥയാവുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഒന്നിലധികം വിമാനാപകടങ്ങളാണ് നടന്നത്. നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളുമൊക്കെ പാലിച്ചതിനു ശേഷം മാത്രമേ വിമാനം പറന്നുയരാൻ സാധിക്കൂ. കസാഖിസ്ഥാനിലെ അക്തൌവിൽ നടന്ന വിമാനാപകടത്തിൽ 38 പേരാണ് കൊല്ലപ്പെട്ടത്. 5 ജോലിക്കാരടക്കം 75 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് റഷ്യയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് കസാഖിസ്ഥാനിലേക്ക് വഴിതിരിച്ചു വിട്ടത്. വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണ് കത്തി അമർന്നത്. നിലം തൊട്ട ഉടൻ തന്നെ വിമാനം തീഗോളമാവുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ പകർത്തുകയും എക്സിൽ വ്യാപകമായി പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. രണ്ടാമത്തെ വിമാനാപകടം ദക്ഷിണ കൊറിയയിലായിരുന്നു. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ 27 വർഷത്തിനിടെയുണ്ടായ വൻ ദുരന്തമായിരുന്നു അവിടെ സംഭവിച്ചത്. വിമാനാപകടങ്ങൾ തുടർക്കഥയാവുന്നതാണ് നാം കാണുന്നത്. ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം തകർന്ന് 179 പേരാണ് മരണപ്പെട്ടത്. ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് വരാതിരുന്നതായിരുന്നു കാരണം. UAEയിലും വിമാനാപകടം ഉണ്ടായതായി സോഷ്യൽ മീഡിയയിൽ ചില ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. എമിറേറ്റ്സ് A380 വിമാനം അപകടത്തിൽപ്പെട്ട് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്താണ് ഇതിന്റെ വാസ്തവം? ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, അതോ ദൃശ്യങ്ങൾ വ്യാജമാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എയർലൈൻ അധികൃതർ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിമാനം തകരുന്ന വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അതിലെ ഉള്ളടക്കം കെട്ടിച്ചമച്ചതും അസത്യവുമാണെന്നാണ് എയർലൈൻ അധികൃതർ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് അധികൃതർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വീഡിയോ നീക്കം ചെയ്യുകയോ തെറ്റായതും ഭയപ്പെടുത്തുന്നതുമായുള്ള വിവരങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. പ്രചരിക്കുന്നത് ഡിജിറ്റലായി സൃഷ്ടിച്ച ഫൂട്ടേജ് ആണെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിർദ്ദേശവും നൽകിയിരുന്നു. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് എയർബസ് A380 വിമാനങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ മോഡൽ വിമാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും എമിറേറ്റ്സ് എയർലൈൻസിനാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയാണ് പ്രധാനമെന്നാണ് എയർലൈൻസ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നതെന്നും യഥാർത്ഥ വിവരങ്ങൾക്കായി എല്ലാ ഉപഭോക്താക്കളോടും ഔദ്യോഗിക ഉറവിടങ്ങൾ പരിശോധിക്കാനും റഫർ ചെയ്യാനും കമ്പനി നിർദ്ദേശിക്കുന്നുണ്ട്. 2007 സർവീസിൽ പ്രവേശിച്ചതു മുതൽ എയർബസ് A380 മികച്ച സുരക്ഷാ റെക്കോർഡ് തുടരുന്ന വിമാന മോഡലാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ എയർലൈൻ എന്ന നിലയിൽ A380 അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ പരിശോധനകൾക്കും സർട്ടിഫിക്കേഷൻ പ്രക്രിയകൾക്കും വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. 10,000-കണക്കിന് ഫ്ലൈറ്റ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദീർഘദൂര യാത്രകളിൽ ഈ വിമാനം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ വിമാനം ആഗോളതലത്തിൽ തന്നെ പല പ്രമുഖ എയർലൈനുകളുമായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ചതും നൂതനവുമായ സാങ്കേതിക വിദ്യകളാണെന്നും കമ്പനി പറയുന്നുണ്ട്. അതായത് ആധുനിക കോക്ക്പിറ്റ് സാങ്കേതിക വിദ്യ, വിശ്വസനീയമായ എഞ്ചിനുകൾ, നിർണായക ഘടകങ്ങളുടെ സ്പെയറുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. വലിയ എക്സിറ്റ് വാതിലുകളും എമർജൻസി ഇവാക്വേഷൻ പ്രോട്ടോക്കോളുകളും പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ ഇതിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു പുറമെ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോയ്ക്ക് വിശദീകരണമൊന്നും ഇതുവരെ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല. വിവരം ലഭിക്കുന്ന തരത്തിൽ നടപടി സ്വീകരിക്കാനാണ് എയർലൈൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.